റോമർക്ക് എഴുതിയ ലേഖനം 15-ാം അധ്യായം അതിന്റെ 5 മുതലുള്ള വാക്യത്തിൽ ഇങ്ങനെയാണ് പറയുന്നത്: എന്നാൽ നിങ്ങൾ ഐക്യമത്യപ്പെട്ട് നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായിനാൽ മഹത്വീകരിക്കേണ്ടതിന് സ്ഥിരതയും ആശ്വാസവും നൽകുന്ന ദൈവം നിങ്ങൾക്ക് ക്രിസ്തുയേശുവിന് അനുരൂപമായി തമ്മിൽ ഏകചിന്തയോടിരിപ്പാൻ കൃപ നൽകുമാറാകട്ടെ. എന്താണ് ഇതിന്റെ അർത്ഥം? എന്നാൽ നിങ്ങൾ ആര്? നമ്മൾ ആര്? പൗലോസ് പറയാണ്, എന്നാൽ നിങ്ങൾ ഐക്യമത്യപ്പെടണം. നമുക്ക് എന്ത് വേണം? ഐക്യത വേണം. ഒരു സഭയിൽ കൂടി വരുന്ന, ഒരു കൂട്ടായ്മയിൽ കൂടി വരുന്നവർക്ക് എന്ത് വേണം? ഐക്യത വേണം. സ്തോത്രം. ഒരു സ്തോത്രം പറയാൻ, ഒരു ഹല്ലേലൂയ പറയാൻ ഒരുമിച്ച് പറയണം, ഒരേപോലെ പറയണം, ഒരേപോലെ എന്ത് ചെയ്യണം? പാടണം, ഒരേപോലെ എന്ത് ചെയ്യണം? കൈയടിക്കണം, ഒരേപോലെ ദൈവത്തെ എന്ത് ചെയ്യണം? മഹത്വപ്പെടുത്തണം. സ്തോത്രം. ഇവിടെ പറയുകയാണ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ, അല്ലോ സ്തോത്രം, എന്ത് ചെയ്യണം? സഭയ്ക്കുള്ള അച്ചടക്കം. സഭ എങ്ങനെ ആയിരിക്കണം? ഒരു പട്ടാള ചിട്ടയിൽ മുന്നോട്ട് പോകണം. പട്ടാളക്കാരെങ്ങനെയാണ് മാർച്ച് ചെയ്യുന്നത്? പട്ടാളക്കാരെങ്ങനെയാണ് സംസാരിക്കുന്നത്? ഒരാൾ പറഞ്ഞിട്ട് അടുത്ത ആൾ പറയില്ല, ഒരേപോലെ അവര് പറയും, ഒരേപോലെ അവർ ചുവടുകൾ വെക്കും. ഇതുപോലെ ആയിരിക്കണം ദൈവസഭയിൽ ദൈവമക്കൾ. സ്തോത്രം. ഇത് പട്ടാള ചിട്ടയാന്ന് പറയുന്നത്. സ്തോത്രം. ഇത് ദൈവത്തിന്റെ ചിട്ടയാണ്. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ പിതാവായ ദൈവത്തെ ഏക മനസ്സോടെ ഒരു വായിനാൽ, 50 പേരുണ്ടെങ്കിൽ 50 പേർക്കും 50 വായില്ല, ഒറ്റ വായേ ഉണ്ടാവുള്ളൂ. ഒരു സഭയിൽ 50 പേരുണ്ടെങ്കിൽ 50 വായ ആകരുത്, ഒറ്റ വായ ആയിരിക്കണം. ഒരു സഭ, ഒരു കൂട്ടായ്മ ഒരേപോലെ ആരാധിക്കുമ്പോൾ, ഒരേപോലെ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ, ഒരേ ചിന്തയിൽ, ഏക ചിന്തയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവിടെ എന്തോ ഒന്ന് ദൈവ സാന്നിധ്യം വന്നു കഴിഞ്ഞു. ദൈവം നമുക്ക് എന്ത് തരും? സമാധാനം തരും, സ്വസ്ഥത തരും. ആ വിഷയത്തിൽ എന്ത് വരും? വിടുതൽ വരും. ഒരു ദിവസം 2.5 മണിക്കൂറിൽ കൂടുതൽ നമ്മൾ ദശാംശമായിട്ട് ദൈവസന്നിധിയിൽ കൊടുക്കണം. കാരണം 24 മണിക്കൂറിന്റെ ദശാംശം കൊടുക്കുമ്പോൾ ആമേൻ ദൈവസന്നിധിയിൽ കൊടുക്കണം. എനിക്ക് ആയുസ് തന്നതിന് ഒരാഴ്ചയിലെ നമ്മൾ വന്ന് 10 മണിക്ക് ആരാധിക്കാൻ, 10 മണിക്ക് ആരാധന വെച്ച് 1 മണി എന്ന് പറയുമ്പോൾ ആളുകൾക്ക് എന്താണ്? ബുദ്ധിമുട്ടാണ്. അത്രയും പോണ്ട, അത്രയും പോണം. അത്രയും പോയില്ലെങ്കിൽ നീ കുറ്റക്കാരനാണ് ദൈവസന്നിധി. ഇതറിയാവുന്നവരാണ്. എന്താണ്? 2.5 മണിക്കൂറെങ്കിലും ഒരു ഞായറാഴ്ച നമ്മൾ എന്ത് ചെയ്യണം? ആരാധിക്കണം. സ്തോത്രം. സ്തോത്രം. കത്തോലിക്ക പള്ളിയിൽ 1 മണിക്കൂറത്തെ പൂജ കാണാനല്ല നമ്മൾ പോകുന്നത്. പിന്നെ ആരെ ആരാധിക്കാണ്? അവിടെ എന്തുണ്ട്? അവിടെ സങ്കീർത്തനമുണ്ട്, പ്രബോധനമുണ്ട്, വചനമുണ്ട്, ആരാധനയുണ്ട്. സമയം പോകും. അപ്പൊ ഞാൻ പോകുന്നത് എന്തിനു വേണ്ടിയാണ്? ദൈവത്തെ ആരാധിക്കാനാണ്. അങ്ങനെ ദൈവത്തെ ആരാധിക്കാൻ പോകുന്നവർക്ക് എന്തില്ല? ആ ദിവസം എന്തില്ല? സമയക്ലിപ്തതയില്ല. സ്തോത്രം. പക്ഷെ നമ്മൾ സമയക്ലിപ്തത വെച്ചിട്ടുണ്ട്. സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് എന്തിനാണ് സ്തോത്രം ചെയ്യുന്നത്? ദൈവത്തിനില്ലാത്ത തിരക്കാണ് മനുഷ്യർക്ക്, അല്ലെ? ദൈവത്തിനുള്ള തിരക്കുണ്ടോ? ഇല്ല. ദൈവത്തിന് ഒരു തിരക്കും ഇല്ല. എപ്പോഴും പ്രവർത്തിപ്പാൻ വേണ്ടി തയ്യാറാക്കി നിൽക്കുക. പക്ഷെ നമുക്ക് തിരക്കാണ്. 15-ാം അധ്യായം 13-ാമത്തെ വാക്യം. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി വിശ്വസിക്കുന്നതിലുള്ള സകല സന്തോഷവും സമാധാനവും കൊണ്ട് നിങ്ങളെ നിറയ്ക്കുമാറാകട്ടെ. അപ്പൊ പ്രത്യാശ നൽകുന്നത് ആരാ? ദൈവമാണ്. നമുക്ക് മുറിവേറ്റാൽ അത് ഉണങ്ങും എന്നുള്ള പ്രത്യാശ ആരാ തരുന്നത്? ദൈവമാണ്. ആ പ്രത്യാശ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ആദി പിടിക്കും. ഒരു മരമായാൽ അതിന് ഒരു പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിയാലും അതെന്ത് ചെയ്യും? പൊട്ടിക്കിളിർക്കും. വെള്ളത്തിന്റെ ഗന്ധം കൊണ്ട് എന്ത് ചെയ്യും? അത് പൊട്ടിക്കിളിർക്കും. മരത്തേക്കാൾ എത്ര ശ്രേഷ്ഠരാണ് നമ്മൾ, അല്ലെ? മരത്തേക്കാളും ശ്രേഷ്ഠരാണ് മനുഷ്യർ. നമുക്ക് എന്ത് ഉണ്ട്? പ്രത്യാശ. ആ പ്രത്യാശ ഇല്ലാതെ നമുക്ക് ഈ കർത്താവിനെ സേവിക്കാൻ കഴിയത്തില്ല. സ്തോത്രം. അത് ദൈവത്തിന് അറിയാം. പ്രത്യാശ നൽകുന്ന ആരാണ്? ദൈവം. എന്നാൽ പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. നമുക്ക് എന്ത് വേണം? ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി വേണം. അവൻ ദൈവരൂപത്തിൽ ഇരിക്കെ ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളാതെ ദാസരൂപമെടുത്ത് വന്നു.
ദൈവപുത്രനായിരിക്കെ തന്നെ അവൻ എന്തിന്റെ ആവശ്യമുണ്ടായിരുന്നു? പരിശുദ്ധാത്മ ശക്തി ആവശ്യമായിരുന്നു. പിതാവായ ദൈവം തന്റെ ആത്മാവിനെ ആരുടെ മേൽ അയച്ചു? ഭൂമിയിലായിരുന്നപ്പോൾ യേശുവിന്റെ മേൽ അയച്ചു. ആ പരിശുദ്ധാത്മാവിലാണ് അവൻ പിശാചി ബാധിതരെയും മറ്റു കാര്യങ്ങളൊക്കെ അവൻ പിടിപ്പിക്കുകയൊക്കെ ചെയ്തത്. എന്തിന്റെ ശക്തിയാൽ? പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. അപ്പൊ യേശുവിന് പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യമായിരുന്നെങ്കിൽ, ആ അത്ഭുതങ്ങളും അടയാളങ്ങളും പരിശുദ്ധാത്മാവിൽ ചെയ്തുവെങ്കിൽ നമുക്ക് എത്ര അധികം പരിശുദ്ധാത്മാവിന് വേണ്ടി വരും? യേശുവിനെ പോലെ പാപമില്ലാത്ത ശരീരത്തിലല്ല പരിശുദ്ധാത്മാവ് അപ്പോൾ വന്നത്. യേശുവിന്റെ ശരീരത്തിൽ എന്തില്ലായിരുന്നു? പാപമില്ലായിരുന്നു. പാപമില്ലാത്ത ശരീരത്തിലാണ് പ്രാവുന്ന പോലെ ആരിറങ്ങി വന്നത്? പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നത്. നമ്മുടെ ശരീരം എന്താണ്? പാപമുള്ള ശരീരമാണ്. ഈ പാപമുള്ള ശരീരത്തെ ശുദ്ധീകരിച്ചത് എന്താണ്? യേശുവിന്റെ രക്തം. യേശുവിന്റെ രക്തം ശുദ്ധീകരിക്കപ്പെട്ടത് കൊണ്ടാണ് പരിശുദ്ധാത്മാവ് വന്നത്. യേശുവിന്റെ ശരീരത്തിൽ എന്തില്ലായിരുന്നു? പാപമില്ലായിരുന്നു. പരിശുദ്ധാത്മാവ് വന്നു. നമ്മുടെ ശരീരത്തിൽ എന്തുണ്ട്? പാപമുണ്ട്. ഈ പാപം ആര് മായിച്ച്? യേശുവിന്റെ രക്തം മായിച്ചു. മായിച്ചപ്പോൾ എന്ത് വന്നു? പരിശുദ്ധാത്മാവ് വന്നു. സ്തോത്രം. അങ്ങനാണോ? നിങ്ങളുടെ ഇരിപ്പ് കണ്ടിട്ട് അങ്ങനൊന്നും അല്ല വാസേ. എന്താണോ? സ്തോത്രം. ഹല്ലേലൂയ. നമുക്ക് ഏറ്റവും അത്യന്താപേക്ഷിതം ഈ കാലഘട്ടത്തിലായിരിക്കുന്നത് എന്താണ് വേണ്ടത്? പരിശുദ്ധാത്മാവിനെ. എന്താ വേണ്ടത്? പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക. അതുകൊണ്ട് അപ്പോസ്തലന്മാർ ചോദിച്ചത്, വിശ്വസിച്ചിട്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിച്ചുവോ? പരിശുദ്ധാത്മാവ് ഉണ്ടെന്ന് പോലും കേട്ടിട്ടില്ല. സ്തോത്രം. പരിശുദ്ധാത്മാവ് എന്തെന്ന് പോലും അറിയാതെയാണ് എന്ത് സ്തോത്രം ചെയ്യുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? ആത്മാവിൽ സ്തോത്രം ചെയ്യുന്നവരായി തീരണം. അന്യഭാഷ അടയാളത്തോടു കൂടി എന്ത് ചെയ്യണം? പരിശുദ്ധാത്മാഭിഷേകം പ്രാപിക്കണം. സ്തോത്രം. അപ്പൊ എന്ത് ചെയ്യണം? ആഗ്രഹിക്കുന്നുള്ളവരെ തൃപ്തിപ്പെടുത്തുക. ആഗ്രഹിക്കണം. എനിക്ക് എന്ത് വേണം? അഭിഷേകം വേണമെന്ന് പറയണം. ബലാത്കാരികൾ സ്വർഗരാജ്യത്തെ ബലാത്കാരം ചെയ്യും. എനിക്കത് വേണം, ലഭിച്ചേ പറ്റൂ. സ്തോത്രം. ഈ ഭൗതിക നന്മകൾ എനിക്ക് വേണമെന്ന് പറയും. എത്ര ബലാത്കാരമാണ് ചെയ്തു സ്വർഗരാജ്യത്തെ? കാർ വേണം, വീട് വേണം, അത് തലമുറകളെ അനുഗ്രഹിക്കണമെന്ന് പറയും. എന്ത് ബലാത്കാരമാണ് ചെയ്യുന്നത്? പക്ഷെ പരിശുദ്ധാത്മാവിനെ വേണമെന്നും പറഞ്ഞ് ബലാത്കാരം ചെയ്യാറുണ്ടോ? സ്തോത്രം. പരിശുദ്ധാത്മാവിനെ വേണം. ഏറ്റവും പ്രധാനമായി നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നിലനിൽക്കണമെങ്കിൽ എന്ത് കൂടിയേ തീരൂ? പരിശുദ്ധാത്മാവ് കൂടിയേ തീരൂ. അതാണ് ഇവിടെ പറയുന്നത്. പ്രത്യാശ നൽകുന്ന ദൈവം പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നിങ്ങൾ പ്രത്യാശയിൽ സമൃദ്ധിയുള്ളവരായി. പ്രത്യാശയിൽ നമുക്ക് എന്ത് വേണം? സമൃദ്ധി വേണം. ഒരു പ്രത്യാശ കൊണ്ട് നടക്കത്തില്ല. പ്രത്യാശ നമ്മിൽ എന്ത് ചെയ്യണം? നിറഞ്ഞു കവിയണം. ഏത് പ്രതികൂലത്തിനും എന്താ? പ്രത്യാശയുണ്ട്. ഇത് മാറും. പിശാച് വെട്ടിയെങ്കിൽ അത് കിളിപ്പിക്കുമാര്? ദൈവം. പിശാച് മുറിച്ചു കളഞ്ഞെങ്കിൽ അതിനെ ആര് കിളിപ്പിക്കും? ദൈവം കിളിപ്പിക്കും. എന്താ കാര്യം? വെട്ടിയ മരത്തിനൊരു പ്രത്യാശയുണ്ട്. അമേ, നമുക്ക് മുറിവേറ്റെങ്കിൽ, പിശാച് നമ്മളെ ആക്രമിച്ചെങ്കിൽ ഭയപ്പെട്ടു പോകരുത്. കാരണം നമ്മുടെ ദൈവം അവനേക്കാളും വലിയവൻ. അതിനെ കിളിപ്പിക്കുവാനും ആ സ്ഥാനത്ത് പുതിയതൊന്ന് സൃഷ്ടിക്കാനും നാം വിശ്വസിക്കുന്ന ദൈവത്തിന് കഴിയും. സ്തോത്രം. അപ്പൊ ആ പ്രത്യാശ എന്താണ്? സമൃദ്ധിയിൽ വരുന്നതാണ് ആ പ്രത്യാശ. വർദ്ധിക്കുന്ന പ്രത്യാശയായി മാറണം നമ്മുടെ പ്രത്യാശ. ഒരു കാര്യത്തിലുള്ള പ്രത്യാശയല്ല, സകലത്തിലും എന്തിലും എന്തുണ്ട്? പ്രത്യാശയുണ്ട്. ക്രിസ്തു ഞാൻ മുഖാന്തിരം ജാതികളുടെ അനുസരണത്തിനായിട്ട്, റോമാലേഖനം 15-ാം അധ്യായം 18-ാമത്തെ വാക്യം അല്ലെ? ക്രിസ്തു ഞാൻ മുഖാന്തിരം ജാതികളുടെ അനുസരണത്തിനായിട്ട് വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുകയില്ല. നമ്മുടെ ആത്മീയ ജീവിതത്തിൽ നമുക്ക് അപ്രകാരമുള്ള ഒരു അനുഭവത്തിലായിരിക്കണം നമ്മൾ നിലകൊള്ളേണ്ടത്. സ്തോത്രം. ഇവിടെ ചിന്തിക്കുമ്പോൾ എന്താണ്? ആമേൻ. യേശുക്രിസ്തു പൗലോസ് മുഖാന്തിരം ജാതികളുടെ ഇടയിൽ പ്രവർത്തിച്ചത് എങ്ങനെയെന്നാണ് പറഞ്ഞത്. ആരാ പ്രവർത്തിച്ചത്? പൗലോസ് അല്ല പ്രവർത്തിച്ചത്. പൗലോസ് മുഖാന്തരം ആര് പ്രവർത്തിച്ചു? യേശു പ്രവർത്തിച്ച കാര്യമായി പറയുന്നത് എന്താണ്? ജാതികൾ ദൈവത്തെ അനുസരിക്കേണ്ടതിന് അവർക്ക് എന്തയച്ചു? വചനം അയച്ചു. അവർക്ക് എന്ത് കൊടുത്തു?
വചനം കൊടുത്തു. അപ്പൊ ആ വചനത്തിൽ എന്തുണ്ടായി? പ്രവൃത്തി ഉണ്ടായി. ആ വചനം വിശ്വസിച്ചവർ എന്ത് ചെയ്തു? പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവം. അവരെന്ത് ചെയ്തു? പ്രവൃത്തിയുടെ ഫലമായിട്ട് അവർ സ്നാനമേറ്റു. അവർ യേശുവിനോട് ചേർന്നു. അപ്പൊ പ്രവൃത്തിയാലും അപ്പോൾ അവർക്ക് എന്തുണ്ടായി? അവിടെ വിശ്വസിച്ചവരുടെ ഇടയിൽ എന്തുണ്ടായി? അടയാളങ്ങൾ ഉണ്ടായി. അന്ധൻ കാഴ്ച പ്രാപിച്ചു, ചെകിടൻ കേട്ടു, ഊമർ സംസാരിച്ചു, ഭൂതബാധിതർ വിടുവിക്കപ്പെട്ടു, മരിച്ചവർ ഉയർത്തെഴുന്നേറ്റു. അങ്ങനെ നിരവധി അടയാളങ്ങൾ അവിടെ ഉണ്ടായി വിശ്വസിച്ചവർക്ക്. അത് എന്തിന്റെ ശക്തിയാലാണെന്നാണ് പറയുന്നത്. അവിടെ പറയുകയാണ്, അത്ഭുതങ്ങളും അടയാളങ്ങളും നടന്നത് മറ്റൊന്നും കൊണ്ടല്ല, പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ. സ്തോത്രം, സ്തോത്രം. അത്ഭുതങ്ങളും അടയാളങ്ങളും നടക്കുന്നത് ആരുടെ ശക്തിയാലാണ്? പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും. പ്രവർത്തിച്ചതല്ലാതെ എനിക്ക് എന്തെങ്കിലും കഴിവുണ്ടെന്ന് പറയാൻ ഞാൻ തുനിയുന്നില്ല. പൗലോസ് പറയാ, ഞാൻ ഉപവസിച്ചു, പ്രാർത്ഥിച്ചു, എന്നിലൂടെ ദൈവം പ്രവർത്തിച്ചു. സ്വന്തം എനിക്ക് മഹത്വമൊന്നുമില്ല. മഹത്വം ആർക്ക്? ദൈവത്തിന്. ആരാണ് പ്രവർത്തിച്ചത്? യേശുവാണ്. എന്തിനാലാണ് പ്രവർത്തിച്ചത്? എന്നിൽ വ്യാപരിച്ച ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ. സ്തോത്രം. നീ വെറും ഒരു പാത്രമാണ്. ആരാണ്? ഞാനും നിങ്ങളും ദൈവം ഉപയോഗിക്കപ്പെടുന്ന ഒരു പാത്രമായിരിക്കണം. ഈ പാത്രത്തിന് പുകഴുവാൻ ഒന്നുമില്ല. അവൻ ഇഷ്ടമുള്ളപ്പോൾ അതിനെ ഉടയ്ക്കും, അതിനെ പൊടിക്കും, അതിനെ രൂപാന്തരപ്പെടുത്തും. സ്തോത്രം. നാം കുശവന്റെ കയ്യിലെ കളിമണ്ണ് പോലെയാണ്. സ്തോത്രം. ഏൽപ്പിച്ചു കൊടുക്കാമെന്നും കണ്ണുകളടയ്ക്കാം. സ്തോത്രം.